ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഖുർആൻ എന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ തന്നെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാനും അത് കേൾക്കുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ടാഗ് ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ സൗജന്യമായി അത് ലഭ്യമാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഖുർആൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഒരുപാട് ഖുർആന്റെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഖുർആൻ ഫോർ ആൻഡ്രോയിഡ് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാളിംഗ് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഡൗൺലോഡ് റിക്വയർഡ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ യെസ് കൊടുക്കുക. ഖുർആന്റെ ഫയൽ മുഴുവൻ ഇവിടെ ഡൗൺലോഡ് ആകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുഴുവൻ ഡൗൺലോഡ് ചെയ്യുന്നത് വരെ കാത്തു നിൽക്കുക. ഇപ്പോൾ ഡൗൺലോഡിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഒരു അധ്യായം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ വളരെ വ്യക്തമായ ലിപികളോടുകൂടി നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഓരോ പേജ് നിങ്ങൾക്ക് ഇതുപോലെ സാധാരണ ഖുർആൻ ഓതുന്ന പോലെ തന്നെ നിങ്ങൾക്കിവിടെ ഓരോ പേജ് മറിച്ച് നോക്കി തന്നെ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഖുർആൻ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ള സൂറത്ത് അധ്യായം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഭാഗമാണ് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. തുടർന്ന് ഇതുപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടാഗ് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലേ ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായി പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ അപ്ലൈ ആൻഡ് പ്ലേ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഇടത് ഭാഗത്തായി ടിക്ക് മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡായി വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്ലേ ആകുന്നത് നിങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് അധ്യായവും അനായാസം ഓൺലൈനിൽ ഇത് പ്ലേ ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും.
അതിനു പുറമെ നിങ്ങൾക്ക് അധ്യായം ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ടാഗ് ചെയ്യണമെങ്കിൽ ടാഗ് ചെയ്യാം, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഹൈക്ക് മെസ്സഞ്ചറിലോ ഫേസ്ബുക്കിലോ എവിടെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്, ഏത് കൂട്ടുകാർക്കാണ് ഷെയർ ചെയ്യേണ്ടത്, അത് ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്കൊന്ന് വാട്സാപ്പിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. ആവശ്യമുള്ള ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റേതായ ഒരു ഐഡിയിൽ തന്നെ ഇത് ഷെയർ ചെയ്യാണ്. ഓക്കെ കൊടുക്കുകയാണ്. തുടർന്ന് ഇവിടെ സെൻഡ് ആയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടുകാരുമായി ഖുർആന്റെ ഏത് ഭാഗവും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഉപകാരപ്രദമാകും. അതുകൂടാണ്ട് ഇവിടെ സെറ്റിംഗ്സിൽ പോയി നോക്കാം. നിങ്ങൾക്കിവിടെ അറബിക് മോഡ് വേണമെങ്കിൽ അറബിക് മോഡ് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നൈറ്റ് മോഡ് വേണമെങ്കിൽ നൈറ്റ് മോഡ് നിങ്ങൾക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. നൈറ്റ് മോഡ് ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ രാത്രിയിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ ഇത് ഉപകാരപ്രദമാകും. ആവശ്യമുള്ളത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ മാർക്കർ, അതുപോലെ തന്നെ ഹൈലൈറ്റ്സ്, ബുക്ക് മാർക്സ്, ട്രാൻസ്ലേഷൻ ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, അറിവുകൾ പകർന്നു കൊടുക്കുക. സ്നേഹത്തോടെ വീണ്ടും കാണാം. ഫൈസൽ.